Hi, hello everyone. It's me, CS Sanjay Prabhu. So, welcome to Auditing Capsule Series, concept number 2. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആണ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് ഇല്ല, ആകെ രണ്ട് ടൈപ്സേ ഉള്ളൂ. ഒന്ന് അൺമോഡിഫൈഡ് റിപ്പോർട്ടും ഒന്ന് മോഡിഫൈഡ് റിപ്പോർട്ടും. ഓക്കെ, സോ ബിഫോർ മൂവിങ് ഇൻ ടു ദ ടോപ്പിക് നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്കറിയാം, ടു എക്സ്പ്രസ് ഒപ്പീനിയൻ അല്ലെ. സോ ഈ ഓഡിറ്റർ അയാളുടെ ഒപ്പീനിയൻ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഓഡിറ്റ് റിപ്പോർട്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഇനി നമുക്ക് നമ്മുടെ കോൺസെപ്റ്റിലേക്ക് പോകാം. സോ ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയലാണ്, നമ്മുടെ ചാപ്റ്റർ നമ്പർ 8 പേജ് നമ്പർ 34. ഓക്കെ, സോ ഈ ഡയഗ്രാമിൽ കാണുന്നത് പോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. നമുക്കിത് വരയ്ക്കാം അല്ലെ, നമുക്ക് ഇവിടെ സെപ്പറേറ്റ് വരയ്ക്കാം, അത് വേണം. ഓഡിറ്റ് റിപ്പോർട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അൺമോഡിഫൈഡ് റിപ്പോർട്ടും ഒന്ന് മോഡിഫൈഡ് റിപ്പോർട്ടും. ഈ അൺമോഡിഫൈഡ് റിപ്പോർട്ട് ഈസ് ഓൾസോ നോൺ ആസ് ക്ലീൻ റിപ്പോർട്ട്. എന്താണ് ക്ലീൻ റിപ്പോർട്ട്? ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ എപ്പോഴാണ് നമ്മൾ അൺമോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് AFRF പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് AFRF പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഈസ് ഫ്രീ ഫ്രോം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. ഈസ് ഫ്രീ ഫ്രോം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഫോളോ ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് പോളിസീസ് ഒക്കെ അപ്രോപ്രിയേറ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ യൂസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് ഒക്കെ റീസണബിൾ ആണ്. നമുക്ക് എവിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ എവിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. എന്ത് എവിഡൻസ് ആണ് കിട്ടുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫ്രീ ഫ്രോം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് എന്ന എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഡിസ്ക്ലോഷേഴ്സും പ്രോപ്പർലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മാനേജ്മെന്റ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട എല്ലാ ഡിസ്ക്ലോഷേഴ്സും മാനേജ്മെന്റ് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ യൂസ് ദ unmodified report. Okay, അങ്ങനെയാണ് നമുക്ക് എന്ത് റിപ്പോർട്ട് ചെയ്യാം? അൺമോഡിഫൈഡ് റിപ്പോർട്ട് ചെയ്യാം. So we can say in this particular report we can say the financial statement is prepared as per the AFRF, hence we can provide a true and fair view. അല്ലെ, നമുക്ക് true and fair view കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് പറയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ്സ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ എപ്പോഴാണ് അൺമോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കുന്നത്? വെരി സിമ്പിൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഇല്ല, അക്കൗണ്ടിംഗ് പോളിസീസ് പ്രോപ്പർലി ഫോളോ ചെയ്യുന്നുണ്ട്, അപ്രോപ്രിയേറ്റ് ആണ്, ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് പോളിസീസ് അപ്രോപ്രിയേറ്റ് ആണ്, അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് ഒക്കെ റീസണബിൾ ആണ്. അവിടെ നമുക്ക് എവിഡൻസ് കിട്ടുന്നുണ്ട്. എങ്ങനത്തെ എവിഡൻസ്? സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടുന്നുണ്ട്. എന്ത് എവിഡൻസ് ആണ് സർ കിട്ടിയത്? ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ്. എല്ലാ ഡിസ്ക്ലോഷേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ് ആൻ അൺമോഡിഫൈഡ് റിപ്പോർട്ട്. ഓക്കെ ആണോ? യെസ് സർ. സോ അൺമോഡിഫൈഡ് റിപ്പോർട്ട് ഇസ് ഓൾസോ നോൺ ആസ് ക്ലീൻ റിപ്പോർട്ട്. ഓക്കെ ആണോ? ഫൈൻ ആണോ? യെസ് സർ, യെസ് സർ. നെക്സ്റ്റ് മോഡിഫൈഡ് റിപ്പോർട്ട്. ഈ മോഡിഫൈഡ് റിപ്പോർട്ട് വീണ്ടും 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഞാൻ ഫുൾ ആയിട്ട് തന്നെ എഴുതാം. ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അതേപോലെ തന്നെ സെക്കൻഡ് വൺ ഈസ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. ആൻഡ് തേർഡ് വൺ ഈസ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. എന്താണ് ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ? ഓക്കെ ആണോ? നമ്മുടെ ബുക്കിനകത്ത് ഉണ്ട് qualified opinion, adverse opinion, disclaimer opinion. Okay, disclaimer opinion, qualified opinion, adverse opinion, disclaimer opinion. So before talking about these 3 things, let's talk about modified report. See, unmodified report എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് is free from material misstatement. എവിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മോഡിഫൈഡ് റിപ്പോർട്ട് എന്താണ്? മോഡിഫൈഡ് റിപ്പോർട്ട് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈസ് നോട്ട് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ്. അല്ലെങ്കിൽ നിനക്ക് എവിഡൻസ് കിട്ടുന്നില്ല, ക്ലയന്റ് നിനക്ക് എവിഡൻസ് തരുന്നില്ല. ഈ രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുക്കാറുള്ളത്. ഓക്കെ ആണോടാ? ഓക്കെ ആണോടാ? യെസ്. സോ മോഡിഫൈഡ് റിപ്പോർട്ട് നമ്മൾ എപ്പോഴാണ് കൊടുക്കാറുള്ളത്? ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എവിഡൻസ് ക്ലയന്റ് എനിക്ക് എവിഡൻസ് തരുന്നില്ല. ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്? മോഡിഫൈഡ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ ആണോടാ? യെസ്. ഈ മോഡിഫൈഡ് റിപ്പോർട്ട് വീണ്ടും 3 ടൈപ്സ് ഉണ്ട്. ക്വാളിഫൈഡ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് ഒപ്പീനിയൻ, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. നമുക്ക് എന്താണ്? നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ക്വാളിഫൈഡ് ഒപ്പീനിയൻ നമ്മൾ വീണ്ടും 2 സിറ്റുവേഷൻസിൽ പ്രൊവൈഡ് ചെയ്യും. ആദ്യത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എങ്ങനത്തെ മിസ്റ്റേറ്റ്മെന്റ്സ്? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ ആണോ? മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എങ്ങനത്തെ മിസ്റ്റേറ്റ്മെന്റ്സ്? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ആ മിസ്റ്റേറ്റ്മെന്റ്സ് പെർവേസീവ് അല്ല, പക്ഷെ പെർവേസീവ് അല്ല പക്ഷെ. ഓക്കെ ആണോടാ? മെറ്റീരിയൽ ആണ് പക്ഷെ പെർവേസീവ് അല്ല. എന്താണ് സർ ഉദ്ദേശിക്കുന്നത്? എടാ, ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പക്ഷെ ഒരുപാടുണ്ടോ? ഇല്ല, ഒരൈറ്റത്തിന് മാത്രം ഉണ്ടാവും, 1-2 ഐറ്റത്തിന് മാത്രം ഉണ്ടാവും. അതായത് വളരെ കുറച്ച് ഭാഗത്തിന് മാത്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ബാക്കിയെല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണ്. പെർവേസീവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സർ? പെർവേസീവ് മീൻസ് സബ്സ്റ്റാൻഷ്യൽ പോർഷൻ. സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു 1 ഐറ്റം, അത് ഒരൈറ്റത്തിനെ അല്ല നമ്മൾ ബാധിക്കുന്നത്. പെർവേസീവ് എന്ന് വെച്ചാൽ ഒരു ഐറ്റത്തിനെ അല്ല ബാധിക്കുന്നത്, സബ്സ്റ്റാൻഷ്യൽ പോർഷനെ ബാധിച്ചാൽ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റാൻഷ്യൽ പോർഷനെ ബാധിച്ചാൽ നമ്മൾ അതിനെ പെർവേസീവ് എന്ന് പറയും. സോ ഇവിടുത്തെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ? സബ്സ്റ്റാൻഷ്യൽ പോർഷനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അൺമോഡിഫൈഡ് റിപ്പോർട്ട് കൊടുത്തേനെ അല്ലേ? യെസ്. പക്ഷെ ഇവിടെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പക്ഷെ അത് എന്തല്ല? പെർവേസീവ് അല്ല. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാം. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇൻവെന്ററിയിൽ മാത്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പക്ഷേ ബാക്കി ഒന്നിനുമില്ല. സോ വി ക്യാൻ യൂസ് ദ വേർഡ് ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ്സ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എക്സെപ്റ്റ് ഇൻവെന്ററി. ആ രീതിയിൽ നമുക്ക് പറയാം. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എക്സെപ്റ്റ് ഇൻവെന്ററി. ഓക്കെ ആണോ? യെസ്. സെക്കൻഡ് സിറ്റുവേഷൻ എപ്പോഴാണ് നമ്മൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ക്ലയന്റിന്റെ അടുത്ത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയി, പക്ഷെ ക്ലയന്റ് എനിക്ക് എവിഡൻസ് തരുന്നില്ല. എവിഡൻസ് തരാത്ത വിഷയം ഒരു മെറ്റീരിയൽ ആണ്. അത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്, പക്ഷെ അതെന്തല്ല? പെർവേസീവ് അല്ല. അതായത് ഞാൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു, ക്ലയന്റ് ഒരൈറ്റത്തിന് മാത്രം എനിക്ക് എവിഡൻസ് തരുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എനിക്ക് തരില്ല. ബാക്കി എല്ലാ ഐറ്റത്തിനും എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? എവിഡൻസ് തന്നിട്ടുണ്ട്. സോ എനിക്ക് എവിഡൻസ് കിട്ടുന്നില്ല. ഭൂരിഭാഗം ഐറ്റത്തിനാണോ എവിഡൻസ് കിട്ടുന്നത്? അല്ല. ഒരൈറ്റത്തിന് എനിക്ക് എവിഡൻസ് കിട്ടിയിട്ടില്ല. ആ ഒരു ഐറ്റം ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും ഐ ഷുഡ് പ്രൊവൈഡ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ആർ യു ഗൈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? യെസ്. സോ എപ്പോഴാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ നൽകേണ്ടത്? സിറ്റുവേഷൻ നമ്പർ 1, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്ഷെ അത് പെർവേസീവ് അല്ല. സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ബാധിച്ചിട്ടില്ല. സെക്കൻഡ് വൺ എന്താണ്? എവിഡൻസ് കിട്ടുന്നില്ല. ആ എവിഡൻസ് കിട്ടാത്ത വിഷയം മെറ്റീരിയൽ ആണ്, പക്ഷെ അത് പെർവേസീവ് അല്ല. ഓക്കെ ആണോടാ? യെസ്. അടുത്തത് അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ്. അഡ്വേഴ്സ് ഒപ്പീനിയൻ എപ്പോഴാണ് സാർ നമ്മൾ കൊടുക്കുന്നത്? ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് പെർവേസീവ് ആണ്. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എവിടെയാണ് സാർ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റാൻഷ്യൽ പോർഷനിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. പെർവേസീവ് ആണ്. ആ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റാൻഷ്യൽ പോർഷനിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? അഡ്വേഴ്സ് ഒപ്പീനിയൻ അഥവാ നെഗറ്റീവ് റിപ്പോർട്ട് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. എന്താണ് നെഗറ്റീവ് റിപ്പോർട്ട്? ഓക്കെ ആണോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് പെർവേസീവ് ആണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ഒപ്പീനിയൻ കൊടുക്കാം? അഡ്വേഴ്സ് ഒപ്പീനിയൻ നൽകാൻ പറ്റും. തേർഡ് വൺ എന്താണ്? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. എന്താണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ? അതായത് ഓഡിറ്ററിന് ഒരു അഭിപ്രായം ഇല്ലാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് സാർ ഓഡിറ്ററിന് അഭിപ്രായം ഇല്ലാതെ ഇരിക്കുന്നത്? കാരണം ഓഡിറ്ററിന് എവിഡൻസ് തീരെ കിട്ടുന്നില്ല. ക്ലയന്റ് ഓഡിറ്ററിന് എവിഡൻസ് തരുന്നില്ല. ഓഡിറ്റർ അവിടെ എവിഡൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല. ആ വിഷയം മെറ്റീരിയലുമാണ് ആൻഡ് പെർവേസീവുമാണ്. സോ എനിക്ക് എവിഡൻസ് കിട്ടുന്നില്ല, അത് മെറ്റീരിയലുമാണ്, അത് പെർവേസീവുമാണെങ്കിൽ ഐ വിൽ ഗോ ഫോർ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. അതായത് ഒരു അഭിപ്രായം ഇല്ലാത്ത അവസ്ഥ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻസിൽ എനിക്ക് എവിഡൻസ് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഐ വിൽ ഗോ ഫോർ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിഡൻസ് കിട്ടാത്ത സാഹചര്യത്തിൽ രണ്ട് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ വിഷയം മെറ്റീരിയൽ ആണ്, പെർവേസീവ് അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അത് മെറ്റീരിയൽ ആണ് ആൻഡ് പെർവേസീവ് ആണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ. കൂടുതൽ സമയത്തും ആളുകൾ എവിഡൻസ് കിട്ടുന്നില്ല എന്നാൽ പിന്നെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ആ രീതിയിൽ കുട്ടികൾ ചിന്തിക്കാറുണ്ട്. എവിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ മാത്രമല്ല, ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നൊരു ഓപ്ഷനും കൂടി അവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടാത്ത ആ എവിഡൻസ് അത് സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ആണോ അല്ലയോ. സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ആണ്, അത് പെർവേസീവ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ നൽകാൻ പറ്റുന്നത്. സോ ഈ ഒരു ഷോർട്ട് വീഡിയോനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആണ് ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇതുപോലുള്ള ഇനിയും വീഡിയോസ് നമ്മൾ ഇറക്കുന്നുണ്ടാവും. സോ ഫോർ ദാറ്റ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് പ്ലീസ് ലൈക്ക്, share and subscribe our channel. Thank you.